എന്തുകൊണ്ടാണ് തൃശൂർ ഭാഷ ഇത്രയും വ്യത്യസ്തമാകുന്നത്? പൂരങ്ങളുടെ ഞങ്ങള് കണ്ടില്ല. നീ ചുള്ളന്മാർക്ക് കൊടുക്കാൻ ഈ അപ്പങ്കടിയുടെ പൈസ വാങ്ങിയോ ജോർജ്? ഒക്കെ ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം. കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും അവരുടേതായ സംസാര ശൈലികളുണ്ട്. പക്ഷെ ഇവയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായാണ് തൃശ്ശൂരിന്റെ ശൈലി ഉള്ളത്. ലോകമെമ്പാടുമുള്ള ഭാഷാ പരിജ്ഞാനികൾ തൃശ്ശൂർ ഭാഷയെപ്പറ്റി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേപ്പറുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തിന്, മലയാളികൾക്കിടയിൽ പോലും തൃശ്ശൂർ സ്ലാങ് വേറിട്ട് നിൽക്കുന്നു. പോപ്പ് കൾച്ചറിലും അതിനെ വളരെയധികം ആഘോഷമാക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള കുട്ടികൾ ഇംഗ്ലീഷും ഹിന്ദിയും പോലും തൃശ്ശൂർ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നതെന്ന്. ഇംഗ്ലീഷ് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദർ എപ്പോഴും അവരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. കുട്ടികൾ ഇങ്ങനെ പറയാം, നമ്മളിപ്പോൾ നടന്നു പോവാണ് വിചാരിക്കും, അപ്പോഴത്തേന് കുട്ടികൾ വരുന്നുണ്ട് ചോദിക്കും, മിസ് വേർ ഗോയിങ്, മിസ് ഐ കാൻ ഡു ഇറ്റ്. കേരളത്തിന്റെ സംസ്കാര നഗരി എന്നാണ് തൃശ്ശൂരിനെ വിശേഷിപ്പിക്കുന്നത്. കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള. അതിനൊരു കാരണമുണ്ട്. ഏകദേശം 1000 വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നതാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വടക്കുംനാഥ ക്ഷേത്രം. 8ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു ശിവപ്രതിഷ്ഠയാണ് പിന്നീട് ഈ നഗരത്തിന്റെ രൂപം തന്നെ നിശ്ചയിച്ചത്. തൃശിവ പേരൂർ അഥവാ തിരുശിവന്റെ പേരൂർ. ഇതിൽ നിന്നാണ് തൃശൂർ എന്ന പേര് ഉത്ഭവിച്ചത്. അത് അർത്ഥമാക്കുന്നത് ശിവന്റെ പുണ്യമായ നാട് എന്നാണ്. ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റിയാണ് തൃശൂരിന്റെ പിന്നീടുള്ള ചരിത്രമുണ്ടായത്. വെറും ആരാധനയ്ക്കുള്ള കേന്ദ്രം മാത്രമായിരുന്നില്ല ഇത്. നൂറ്റാണ്ടുകളോളം കലയും ജ്ഞാനവും ചേർന്നൊരു വേദിയായി ഇത് പ്രവർത്തിച്ചു. കവികളും കലാകാരന്മാരും പണ്ഡിതന്മാരുമെല്ലാം ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് എത്താൻ തുടങ്ങി. മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും പഴയൊരു കലാരൂപമായി യുനെസ്കോ അംഗീകരിച്ച 2000 വർഷത്തോളം പഴക്കമുള്ള കൂടിയാട്ടം എന്ന കലാരൂപം തൃശ്ശൂരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഈ കലാരൂപത്തിൽ നിന്നാണ് പിന്നീട് ചാക്യാർകൂത്ത്, കഥകളി, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ പൂർണ്ണരൂപം കൊള്ളുന്നത്. The Kutiyattam Sanskrit Theatre from the province of Kerala is the oldest living theatrical tradition in India. അതുകൊണ്ട് തന്നെ പല സംസ്കൃത പണ്ഡിതന്മാരും കേരളത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂരായിരുന്നു നിന്നത്. ജിയോഗ്രഫിക്കലിയും തൃശ്ശൂരിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഉത്തര കേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും നടുവായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇരുവശത്തു നിന്നുമുള്ള കലാകാരന്മാരും വ്യാപാരികളുമായി തൃശ്ശൂരിന് ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വടക്കൻ കേരളത്തിലുള്ളവരും തെക്കൻ കേരളത്തിലുള്ളവരും സംസാരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന പിച്ചിന്റെ ഡിഫറൻസ് ആണ്. പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം എത്രമാത്രം ഉയർന്നും താഴ്ന്നും കേൾക്കുന്നു എന്നതാണ്. ഈ ഗ്രാഫിൽ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നത് നോർത്തേൺ കേരളത്തിൽ നിന്ന്, അതായത് വടക്കിൽ നിന്നുള്ളവരുടെ ശബ്ദമാണ്. നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നത് തെക്കിൽ നിന്നുള്ളവരുടെയും. നോർത്തേൺ കേരളത്തിൽ വളരെ ഹയർ പിച്ചാണ്, നല്ലതുപോലെ ഫ്ലക്ച്വേറ്റും ചെയ്യുന്നുണ്ട്. സൗത്തിലുള്ളവരുടെ പിച്ച് വളരെ സ്മൂത്ത് ആണ്. ഇനി ഇതിൽ ഞാൻ തൃശ്ശൂർ ഭാഷയുടെ പിച്ച് ആഡ് ചെയ്യുകയാണ്. ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് തൃശ്ശൂർ മലയാളം. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച നോർത്തേൺ കേരളത്തിന്റെയും സദേൺ കേരളത്തിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നത്. അതായത് തെക്കൻ കേരളത്തിൽ നിന്നുള്ളവരുടെ ഭാഷയുടെ ക്ലാരിറ്റിയും വടക്കൻ കേരളത്തിൽ നിന്നുള്ളവരുടെ ഭാഷയുടെ എനർജിയുമാണ് നിങ്ങൾക്ക് തൃശ്ശൂർ ഭാഷയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു താളം ഈ ഭാഷയുടെ എന്തുകൊണ്ടത് വടറാ എന്ന് പറയുന്നതിലുള്ളൊരു സംഗീതം, അങ്ങടാ പോയിപ്പോ ദേവരനു ഞാൻ എന്ത് തന്നെ എന്ന് പറയുന്നതിലുള്ള ഒരു തൃശ്ശൂർ ഭാഷയുടെ താളം, അത് വെച്ചുകൊണ്ട് എത്രയോ സിനിമകളുണ്ടായി. ഇനി ഒരുപാട് ആൾക്കാർ തൃശ്ശൂർ ഭാഷയെ മ്യൂസിക്കൽ നോട്ട്സുമായി കമ്പയർ ചെയ്യാറുണ്ട്. വളരെ ലൗഡും എനർജറ്റിക്കുമായാണ് തൃശ്ശൂരിലെ ഭാഷ ഉള്ളതെന്ന്. അതിനും തക്കതായ കാരണമുണ്ട്. പല നാടുകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന കലാകാരന്മാർ മൈക്കും ആംപ്ലിഫയർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വളരെ ലൗഡും എനർജറ്റിക്കുമായിട്ട് വേണം പെർഫോം ചെയ്യാൻ. ആ സെയിം എനർജിയാണ് പിന്നീടുള്ള അവരുടെ ഭാഷാ പ്രയോഗത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകളായി തൃശ്ശൂർ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച കലാരൂപങ്ങളും ആ കലയിൽ പെർഫോം ചെയ്തവരുടെ ഉച്ചത്തിലുള്ള ശബ്ദവും സംസ്കൃത പണ്ഡിതന്മാരുടെ ശുദ്ധമായ ഉച്ചാരണവും തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും വന്ന ഭാഷാ ശൈലിയുടെ ഒരു മിക്സും ഇതെല്ലാം ചേർന്നാണ് തൃശ്ശൂർ ഭാഷ രൂപപ്പെട്ടത്. ഇനി അടുത്ത പ്രാവശ്യം തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് വെറും ഒരു സ്ലാങ് അല്ല, മറിച്ച് കേരളത്തിന്റെ ചരിത്രമാണ് അവിടെ സംസാരിക്കുന്നതെന്ന്. ഞാൻ വീഡിയോയുടെ തുടക്കം മെൻഷൻ ചെയ്ത തൃശ്ശൂരിൽ നിന്നുള്ള എൻ്റെ സുഹൃത്തിനായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു.